ഹലോ, എല്ലാവർക്കും ബിന്ദുസ് വ്ളോഗിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ വന്നിരിക്കുന്നത് നമ്മുടെ ഓണസദ്യയൊക്കെ ഉണ്ടാക്കാറായിട്ടുണ്ട്. ഓണം അടുത്ത് വരികയാണ്. അപ്പോൾ അതിലേക്ക് ഏറ്റവും ഒരു പ്രധാനപ്പെട്ട ഒരു വിഭവമായ എരിവും ഉപ്പും പുളിയും ഒക്കെ ഉള്ള ഒരു വിഭവം ഉണ്ടാക്കുന്ന ഒരു റെസിപ്പിയുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി കാണുമ്പോൾ എന്താണെന്ന്. അപ്പോൾ പുളിയിഞ്ചിയാണ് നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. പുളിയിഞ്ചിയിലേക്കായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് 250 ഗ്രാം വാളംപുളിയാണ്. സെയിം തന്നെ ഇഞ്ചി തൊലി കളഞ്ഞ് വൃത്തിയാക്കി വെച്ചതുണ്ട്. പിന്നെ ഒരു 100 ഗ്രാം പച്ചമുളകുണ്ട്. പിന്നെ അല്പം ചുവന്നുള്ളി എടുത്തിട്ടുണ്ട്. ചില ജില്ലയിലൊന്നും ചുവന്നുള്ളി ഉപയോഗിക്കില്ല, പക്ഷേ ഞങ്ങളുടെ അവിടെ അല്പം ചുവന്നുള്ളി അതിൽ അരിഞ്ഞിടാറുണ്ട്. പിന്നെ അതിൻ്റെ പൊടിയിലേക്കായിട്ട് ഞാൻ കുറച്ച് 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ ഒരു നുള്ളു ഉലുവാപ്പൊടിയാണ് എടുത്തിരിക്കുന്നത്. പിന്നെ ഒരു 100 ഗ്രാം വെല്ലം എടുത്തിട്ടുണ്ട്. ഇത് കടുക് താളിക്കുന്നതിനായിട്ട് വറ്റൽമുളകും കടുകും എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതെല്ലാം ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞ് പുളി നമുക്ക് വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെക്കാം. ബാക്കിയല്ലാതെ നമുക്ക് ഇത് ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞെടുക്കാം. അപ്പോൾ നമ്മൾ പുളിയിഞ്ചിയിലേക്കായിട്ട് ഇഞ്ചിയൊക്കെ ചെറിയ ചെറിയ പീസുകളായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ ഉള്ളി ചെറിയ പീസുകളായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, പച്ചമുളകും. ഇനി നമുക്ക് അത് എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. ഞാൻ ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഞാൻ അതിലേക്ക് കടുകും വറ്റൽമുളകും ഇട്ട് നമുക്ക് താളിക്കാം. അതിനുശേഷം നമ്മൾ എടുത്ത് വെച്ച ഇഞ്ചി ഇട്ട് കൊടുക്കാം. നന്നായിട്ട് ഇളക്കി ഒന്ന് വാടി വരുമ്പോൾ നമുക്ക് അരിഞ്ഞ് വെച്ച ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കാം. ഇഞ്ചി ഏകദേശം വഴന്നു വന്നിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് എടുത്തു വെച്ച ചുവന്നുള്ളി ഇട്ട് കൊടുക്കാം. അതിനുശേഷം പച്ചമുളക്, പിന്നെ വേപ്പില ഇതിട്ട് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ട് വഴറ്റിയെടുക്കാം. നമുക്കിത് നല്ലൊരു ബ്രൗൺ കളറാവുന്നത് വരെ നമുക്കൊന്ന് വറുത്ത് എടുക്കാം. നമ്മുടെ ഇഞ്ചിയും പച്ചമുളകും ഉള്ളിയും എല്ലാം നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. നമുക്കതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കാം. ഇത് ഏകദേശം ബ്രൗൺ കളറായിട്ടുണ്ട്. ഇനി നമ്മൾ അതിലേക്ക് എടുത്തു വെച്ച പൊടികൾ ഇട്ട് കൊടുക്കുകയാണ്. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉലുവാപ്പൊടി. നമുക്ക് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. ഇനി നമ്മൾ അതിലേക്ക് നമ്മൾ എടുത്ത് അരിച്ച് വെച്ച പുളിവെള്ളമാണ് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത്. നമുക്കത് നന്നായിട്ട് തിളപ്പിച്ച് ഒന്ന് കുറുക്കിയെടുക്കാം. പുളിഞ്ചി ഏകദേശം തിളച്ച് വരുന്നുണ്ട്. നമ്മളതിലേക്ക് നേരത്തെ 1 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. നമുക്കിതിലേക്ക് ഒരു അല്പം കൂടി ഉപ്പിട്ട് കൊടുക്കാം. അതിനുശേഷം നമ്മൾ എടുത്തു വെച്ച ഞാനൊരു കഷ്ണം വെല്ലമാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് കുറുക്കി വരുന്നത് വരെ നമുക്ക് ഇളക്കി കൊടുക്കാം. നമുക്ക് നന്നായി അതൊന്ന് വറ്റിച്ചെടുക്കാം. നമുക്ക് മധുരത്തിനനുസരിച്ച് ഈ മധുരം നമുക്ക് പോരെങ്കിൽ നമുക്ക് കുറച്ച് ചെറിയ കഷ്ണം കൂടിയും വെല്ലം ഇതിലിട്ട് കൊടുക്കാം. ചിലർക്ക് പുളിയാണ് മുന്നിട്ട് നിൽക്കേണ്ടത്, ചിലർക്ക് മധുരമാണ് മുമ്പിട്ട് നിൽക്കേണ്ടത്. ഇവിടെ ഞാൻ അല്പം മധുരത്തിലാണ് ഞാൻ ഉണ്ടാക്കാറ് പതിവ്. അപ്പോൾ നമ്മുടെ പുളിഞ്ചി എല്ലാം നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അത് സെർവിങ് ബൗളിലേക്ക് മാറ്റാം.
നമ്മുടെ വളരെ രുചികരമായ പുളിയിഞ്ചി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്തൊരു പുതിയൊരു വീഡിയോയുമായി വരുന്നവരെ ബൈ ബൈ.